1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. എടവണ്ണ ഗ്രാമപഞ്ചായത്ത് MCF-ൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നു. മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്ന ആവശ്യവുമായി പ്രദേശത്തെ ഫോക്കസ് ക്ലബ്ബ് ഭാരവാഹികൾ രംഗത്ത്. ഇതിനെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പത്തപിരിയം 15-ാം വാർഡിലെ അനകീർത്തിയിലാണ് പഞ്ചായത്തിലെ MCF സ്ഥാപിച്ചിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്തിന് കീഴിലെ ഹരിതകർമ്മസേന വോളണ്ടിയർമാർ വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ വേർതിരിച്ച് കയറ്റി അയക്കുന്നത് ഇവിടെ നിന്നാണ്. എന്നാൽ കുറച്ചുകാലമായി മാലിന്യങ്ങൾ കയറ്റിപ്പോകാത്തതിനാൽ മല പോലെ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് ഇവിടെയുള്ളത്. മാത്രമല്ല, ഒരു മഴ പെയ്താൽ മാലിന്യങ്ങൾ ഒഴുകി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന തൊട്ടടുത്ത കോളനിയിലേക്കാണ് വന്നുചേരുന്നത്. അടുത്ത കാലത്തായി പെയ്ത മഴയിൽ ഇതേ അവസ്ഥ ഉണ്ടായതിനെ തുടർന്ന് പ്രദേശവാസികളും ക്ലബ് ഭാരവാഹികളും ഇതിനെതിരെ പരാതികളും മറ്റുമായി മുന്നോട്ട് വന്നിരുന്നു. ശക്തമായൊരു കാറ്റ് വീശിയാൽ മാലിന്യങ്ങൾ റോഡിലേക്ക് പറന്നു പരക്കാവുന്ന രൂപത്തിലാണ് കുമിഞ്ഞുകൂടിയിട്ടുള്ളത്. തൊട്ടടുത്തുള്ള കുളത്തിലും മാലിന്യങ്ങൾ നിറഞ്ഞു പൊങ്ങിയിട്ടുണ്ട്. പകർച്ചവ്യാധികളും പേരുകൾ കണ്ടുപിടിക്കാത്തതുമായ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഇക്കാലത്ത് ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള ഇത്തരം മാലിന്യ സംസ്കരണങ്ങളുടെ അവസ്ഥ ഏറെ ദുഃഖകരമാണ്. ഇതിന് ഉടനടി പരിഹാര നടപടികൾ സ്വീകരിച്ച് മാലിന്യങ്ങൾ കൃത്യസമയത്ത് കയറ്റിപ്പോകുന്ന രൂപത്തിലായില്ലെങ്കിൽ വലിയ പ്രതിഷേധ നടപടികളുമായി ക്ലബ് ഭാരവാഹികൾ രംഗത്തിറങ്ങുമെന്നും ക്ലബ് പ്രസിഡന്റ് സനൂപ് പറഞ്ഞു. നമ്മുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഇപ്പോൾ ഒരുപാട് പകർച്ചവ്യാധികൾ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഒരുപാട് പകർച്ചവ്യാധികൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരു സംഗതി, ഈ വേസ്റ്റ് സംഗതി ഇവിടുന്ന് കയറ്റിപ്പോകാനുള്ള സംവിധാനം അത് അധികാരികൾ കാണണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്താണെന്ന് വിചാരിച്ചതെന്ന് വെച്ചാൽ ഫോക്കസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഒരു ജനകീയ ഒരു സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. കാരണം ഞങ്ങളത് പൂട്ടിക്കാനല്ല, നിലവിലുള്ള വേസ്റ്റ്, അതായത് ഇപ്പോൾ എല്ലാ വാർഡിലെയും വേസ്റ്റ് ഞങ്ങൾ അനക്കീർത്തി പ്രദേശത്തെ നിവാസികൾ ചുമക്കണം എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം എല്ലാ വാർഡിലെ വേസ്റ്റ് അവിടെ നിന്ന് പോകണമെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമല്ല. അവിടെ വേസ്റ്റ് ഇട്ടിട്ട് അത് പുറത്തിട്ടിട്ട് മഴ പെയ്തിട്ട് റോട്ടിലൂടെ ഒളിച്ചു വന്നുകാണ്ട് ഒരു വട്ടം ഒരു പ്രശ്നമാക്കിയിട്ട് ഞങ്ങൾ ചെറിയ രീതിയിൽ സൂചനകൾ കൊടുത്തിട്ട് അതിന് താൽക്കാലിക പരിഹാരം കണ്ടുവന്നല്ലാതെ ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ എന്താ ഞങ്ങൾക്ക് പറയാനുള്ളത് വെച്ചാൽ ആ കറക്റ്റായിട്ട് അവിടുത്തെ വേസ്റ്റുകൾ എടുത്തു പോയിട്ട് അല്ലാതെ വേറെ ഒരു വേസ്റ്റ് അങ്ങോട്ട് കടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. അതിന് ശക്തമായിട്ടുള്ള ജനകീയ സമരമായിട്ട് ഫോക്കസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മുന്നിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നയിക്കും എന്നാണ് ഞങ്ങൾക്ക് കൂടുതൽ പറയാനുള്ളത്. ഈസ്റ്റ് ലൈവ്, എടവണ്ണ.